കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം ശിവവും പിയാനോ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഹീറോയിനും അത് കാണുന്നുണ്ടായിരുന്നു. അവനും അവളെ കിസ് ചെയ്യുന്നു. അവളും അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. എന്ത് സോറി എന്നോ അങ്ങനെ പറയാൻ അവൻ എങ്ങനെ തോന്നിയെന്ന് അവളും വിചാരിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു. ഇവിടെ കോമയിൽ കിടന്ന മനുഷ്യനായ ചെയോനോട് വാങ്ചിയുടെ അച്ഛൻ വന്ന് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ കോമയിലായിരുന്ന സമയം ഈ സ്യൂള് മുഴുവനായിട്ടും മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. നിങ്ങളുടെ ആരോഗ്യം വീണ്ടെടുക്കുന്നത് വരെ അവിടെ താമസിക്കാം. ശേഷം അയാളും അവിടേക്ക് പോകുന്നു. വാങ്ചിയാന്റെ അച്ഛന്റെ ആളോട് അയാളും തനിക്ക് മുരിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാനെ കാണണമെന്ന് ആവശ്യപ്പെടുന്നു. ഇക്കാര്യം അയാളുടെ ആൾക്കാര് വാങ്ചിയാന്റെ അച്ഛനെയും അറിയിക്കുന്നു. അയാളെ ഒന്ന് നിരീക്ഷിച്ചോളണം എന്ന് അയാളും പറയുന്നു. അയാളുടെ മക്കളെ കുറിച്ച് അന്വേഷിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അയാളും കൃത്യമായിട്ട് എവിടെയാണെന്ന് അറിയില്ല, പക്ഷെ ഒരു റൂമർ കേൾക്കുന്നുണ്ട് അയാളുടെ കുട്ടികൾ മുരിം ഇൻസ്റ്റിറ്റ്യൂട്ടിനുള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളത്. അത് കേൾക്കുമ്പോൾ അയാളും ഒന്ന് ഷോക്ക് ആകുന്നു. ശേഷം ഇവിടെ മുരിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവരും ക്ലാസ്സിന് നിൽക്കുകയാണ്. അപ്പോഴാണ് സോനിയോട് ഒരു കുട്ടി ഹീറോയിനെ കുറിച്ച് ചോദിക്കുന്നത്. അവൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അവൾ ഇപ്പോഴും ഉറക്കത്തിൽ തന്നെയാണ്. അവളുടെ ജോലി കൊണ്ട് അവൾ വളരെ ക്ഷീണിച്ചാണ് ഇന്നലെ വന്നത്. ഇക്കാര്യം ശിവുവും വാങ്ചിയാനും കേൾക്കുന്നു. ഹീറോയിനാണെങ്കിൽ ആ സംഭവത്തിന് ശേഷം ഒരു മനസ്സമാധാനവും ഇല്ല. ഞാനിപ്പോ എന്താ ചെയ്യാ? അവൻ എന്തുകൊണ്ടായിരിക്കും എന്നോട് ക്ഷമ ചോദിച്ചത്? അപ്പോഴാണ് ശിവുവും അവളെ വന്ന് വിളിക്കുന്നത്. അവളാണെങ്കിൽ ആ റൂമിൽ ഒരിടത്ത് പോയി ഒളിച്ചിരിക്കുന്നുണ്ട്. അവനും നമുക്ക് സംസാരിക്കാം, നീ പുറത്തേക്ക് വാ എന്നൊക്കെ പറയുമ്പോ അവളൊന്നും തന്നെ സംസാരിക്കുന്നില്ല. അങ്ങനെ അവനും അവിടെ നിന്ന് പോകുന്നു. അവൾ ഓർക്കുന്നുണ്ട്, അല്ല ഞാനിതിപ്പോ എന്തിനാ ഒളിച്ചിരിക്കുന്നേ? ഞാൻ കുറ്റകൃത്യം ഒന്നും ചെയ്തില്ലല്ലോ. ശേഷം വാങ്ചിയാൻ ഒറ്റയ്ക്കിരുന്ന് കഴിക്കുന്നത് കണ്ട് സോനയും അവന്റെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കുന്നു. എന്തുപറ്റി? നീ എരിയലിന്റെ കൂടെ അല്ലേ എപ്പോഴും ഇരുന്ന് കഴിക്കുക? ശിവ എവിടെ പോയി? അവന് അറിയില്ല എന്നാണ് പറയുന്നത്. അത് കേട്ട് സോനയും, നിങ്ങൾ വീണ്ടും അടികൂടിയോ? നിങ്ങൾ കുട്ടികളൊന്നും അല്ലല്ലോ, എന്തിനാ എപ്പോഴും ഇങ്ങനെ അടികൂടുന്നേ എന്ന് പറഞ്ഞ് അവൻ ഉപദേശിക്കാനായിട്ട് നിൽക്കുന്ന സമയം അവനും കുറച്ച് ഫുഡ് എടുത്ത് അവൾക്ക് കൊടുക്കുന്നുണ്ട്. ശേഷം കുട്ടികളെല്ലാവരും ട്രിപ്പ് പോകുന്നതിന്റെ ആവേശത്തിലാണ്. അവരും ട്രിപ്പ് പോകുമ്പോ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നു. ശേഷം ഹീറോയിനും അവിടേക്ക് വരുന്നുണ്ട്. അവളും ഒരു കാര്യം പറയുന്നു, ഞാൻ എന്തായാലും ഈ ട്രിപ്പിന് വരുന്നില്ല. എനിക്ക് എന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതിയാകൂ. ഞാൻ ട്രിപ്പിന് പോയി കഴിഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ മുടങ്ങും. എനിക്ക് പാർട്ട് ടൈം വർക്കിന് പോകണം. ആ ഒരു പണം കൊണ്ടാണ് എന്റെ വീട്ടുകാരൻ ജീവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും അടിച്ചു പൊളിച്ചിട്ട് വായോ എന്ന് പറഞ്ഞിട്ട് അവളും പോകുന്നു. ഇത് വാങ്ചിയാനും കേൾക്കുന്നുണ്ട്. അവനും അപ്പോൾ തന്നെ അവന്റെ അമ്മയെ വിളിക്കുന്നു. നിങ്ങളുടെ വീട്ടിലല്ലേ? അവന്റെ അമ്മയുടെ വീട്ടിലാണ് ഹീറോയിൻ അമ്മ വർക്ക് ചെയ്യുന്നത്. അക്കാര്യം അവനും ചോദിച്ച് എന്തോ ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നു. ശേഷം ഇവിടെ കോമയിൽ കിടന്ന മനുഷ്യനും മുരിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ യഥാർത്ഥ ചെയർമാനെ കാണാനായി പോവുകയാണ്. അയാളിപ്പോ ഒരു നഴ്സിംഗ് ഹോമിലാണ്. അപ്പോഴാണ് അയാള് മുൻപ് നടന്നൊരു സംഭവം ആലോചിച്ചെടുക്കുന്നത്. അവരും ഒരു മീറ്റിംഗ് കൂടുകയാണ്. ആ മീറ്റിംഗിൽ ഈ കോമയിൽ കിടന്ന മനുഷ്യനും മുരിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഇപ്പോഴത്തെ പ്രിൻസിപ്പളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അവസാനം നമ്മൾ ചിന്താമണിയുടെ താക്കോലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ചിന്താമണി ആരുടെ കയ്യിലാണോ ഉള്ളത് അവർക്ക് ഈ ലോകം തന്നെ സംരക്ഷിക്കാനായി സാധിക്കും. ശേഷം ഒരിക്കൽ ഈ പഴയ ചെയർമാനും ഇയാളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അയാളും വളരെയധികം അവശനായിട്ടുണ്ടായിരുന്നു. നീ ചിന്താമണിയുടെ താക്കോലും കൊണ്ട് ഇവിടെ നിന്ന് എത്രയും വേഗം രക്ഷപ്പെടണമെന്നായിരുന്നു അയാളും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ശേഷം ഇപ്പോൾ ചെയർമാനെ ഇയാൾ കാണുന്നത്. അയാളും ചെയർമാനോട് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്റെ ശബ്ദം കേൾക്കാനായി സാധിക്കുന്നുണ്ടോ? അയാളും ചെയർമാനോട്, പക്ഷെ അയാൾക്ക് ഒന്നും തന്നെ സംസാരിക്കാനായി സാധിക്കുന്നില്ല. ചെയർമാനും അയാളുടെ കയ്യിൽ മുറുക്കെ പിടിക്കുന്നുണ്ട്. എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷെ ഒന്നും പറയാനായി തന്നെ സാധിക്കുന്നില്ല. ശേഷം തിരിച്ചു പോകുമ്പോ ബോഡി ഗാർഡിന്റെ അടുത്ത് ഇപ്പോ മുരിം സ്കൂള് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനോളം ചിന്താമണിയുടെ താക്കോലുകൾ നഷ്ടമായിട്ടുള്ളത് കൊണ്ട് തന്നെ ഇന്റർനാഷണൽ അസോസിയേഷനിൽ അവരുടെ ശക്തി മുഴുവൻ കുറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ഇയാള് മറ്റൊരു കാര്യം ഓർത്തെടുക്കുന്നത്. ഈ ഒരു പഴയ ചെയർമാനും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പ്ലാൻ ചെയ്തതുപോലെ തന്നെ മുരിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എല്ലാ കഴിവും തെളിയിക്കുന്ന ഒരാൾക്ക് മാത്രമാണ് ചിന്താമണിയുടെ താക്കോലുകൾ നമ്മൾ കൈമാറുക. അർഹതയില്ലാത്ത ഒരാളുടെ കയ്യില് ആ താക്കോലുകൾ കിട്ടിയാലുള്ള അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ മറ്റൊരാള് ഒരു സജഷൻ വെക്കും. ആ താക്കോല് ഒരാളുടെ കയ്യിൽ കൊടുക്കാതെ അതിനെ 3 കഷ്ണങ്ങളാക്കി 3 ആൾക്കാരുടെ കയ്യില് കൊടുത്താൽ പോരെ? പക്ഷെ ചെയർമാനും പറയുന്നത്, ഇനി നമ്മുടെ മുരിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പിൻഗാമിയായി തിരഞ്ഞെടുക്കുന്ന ഒരാള് തീർച്ചയായിട്ടും ചിന്താമണിയെ സംരക്ഷിക്കുന്നതായിരിക്കും. അതിന് മറ്റൊരാളും, നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ വിശ്വാസമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ ആ ചെയർമാനും നോക്കുന്നത് കോമയിൽ കിടന്ന മനുഷ്യനെയാണ്. ഇക്കാര്യം ഇപ്പോഴത്തെ പ്രിൻസിപ്പളും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അയാൾക്കും ഈ ഒരു മുരിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാൻ ആകാനായി ആഗ്രഹം ഉണ്ടായിരുന്നു. ശേഷം ആ പ്രിൻസിപ്പളിനെയാണ് കാണിക്കുന്നത്. ചിന്താമണിയുടെ താക്കോലിന്റെ ഒരു ഭാഗമുള്ളത് ഇയാളുടെ കയ്യിലാണ്. ശേഷം മുരിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുട്ടികളെല്ലാവരും തീരുമാനിച്ചതുപോലെ തന്നെ ഒരു ട്രിപ്പിന് പോവുകയാണ്. ഇവരറിയാതെ സീക്രട്ട് ആയിട്ട് സോനിയുടെ ഫോട്ടോ ഒരാൾ എടുത്തിട്ടുണ്ടായിരുന്നു. അത് മറ്റാരുമില്ല, വാങ്ചിയാന്റെ അച്ഛന്റെ ബോഡി ഗാർഡാണ്. ബോഡി ഗാർഡും ഇതാണ് സോന, പ്രിൻസിപ്പലിന്റെ മകൾ. ഇത് പറഞ്ഞു കൊടുക്കുന്നത് മറ്റാരുമല്ല, പ്രിൻസിപ്പലിന്റെ കൂടെയുള്ള ആ ഒരു വയസ്സായ പ്രൊഫസറാണ്. അയാള് വാങ്ചിയാന്റെ അച്ഛന്റെ ആളാണ്. എപ്പോഴും വാങ്ചിയാന്റെ അച്ഛൻ എന്ന് പറയണ്ട, ഇയാളൊരു ചൈനക്കാരനാണ്. അതുകൊണ്ട് നമുക്ക് ചൈനക്കാരൻ എന്ന് വിളിക്കാം. സോന പ്രിൻസിപ്പലിന്റെ മകളാണ്. അത് ശരിക്കും അയാളുടെ മകള് തന്നെയാണോ എന്നുള്ളത് എല്ലാവർക്കും സംശയമാണ്. അന്ന് മുരിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കയറി വന്ന സമയം അയാളുടെ കൂടെ ഈ ഒരു കുട്ടിയും ഉണ്ടായിരുന്നു. ആ കുട്ടിക്ക് തീ എന്ന് പറയുന്നത് ഭയങ്കര പേടിയാണ്. 18 വർഷം മുന്നേ നടന്ന ഒരു സംഭവം. ആ
ആ സംഭവം ഇപ്പോഴും അവൾക്ക് ഓർമ്മയുണ്ട്. അതിനകത്ത് ആ കോമാ മനുഷ്യന്റെ മകളാണ് അവളെന്നാണോ? അതിന് ഒരുപാട് സാധ്യതയുണ്ട്. അത് മാത്രല്ല, ചിന്താമണിയുടെ താക്കോലിനെ 3 ഭാഗങ്ങളാക്കിയാണ് മുറിച്ചിരുന്നത്. അതിലൊരെണ്ണം അവളുടെ കയ്യിലാണ് ഉണ്ടായിരുന്നത്. ചൈനക്കാരനും, നിങ്ങള് ഇത്തരത്തിൽ എനിക്ക് ഇൻഫർമേഷൻ തരികയാണെങ്കിൽ തിരിച്ച് നിങ്ങൾ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? അതിനയാളും, ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു താക്കോലിന്റെ ഒരു ഭാഗം നിങ്ങളുടെ കയ്യിലാണുള്ളത് എന്ന് പറഞ്ഞ സംഭാഷണം അവിടെ അവസാനിക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് പ്രിൻസിപ്പലിനെയാണ്. എല്ലാവരും സോളിലേക്ക് ട്രിപ്പ് പോയ സമയം പ്രിൻസിപ്പൾ പോയിട്ടുണ്ടായിരുന്നില്ല. അയാൾക്കും സ്കൂളിൽ നിന്നിട്ട് യാതൊരുവിധ മനസ്സമാധാനം കിട്ടുന്നില്ല. എന്തോ അരുതാത്തത് സംഭവിക്കാൻ പോകുന്നത് പോലെയുള്ള ഒരു തോന്നൽ. ചിന്താമണി നിങ്ങളുടെ കയ്യിൽ കിട്ടണമെങ്കിൽ ഇനി 2 ഭാഗങ്ങളും കൂടെ വേണ്ടേ? എനിക്ക് വേണ്ടുന്നത് നിങ്ങൾ ആ താക്കോലിന്റെ 3 ഭാഗവും കണ്ടുപിടിക്കുന്ന സമയം ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടാം. ഇനി നിങ്ങൾ എന്താ ചെയ്യാനായിട്ട് പോകുന്നത്? നിങ്ങൾ സ്പോൺസറായി ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുമ്പോ ഇതിലെന്തോ ഒരു ദുരുദ്ദേശം ഉള്ളത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോഴാണ് ആ ഒരു ട്രിപ്പിന് പോയ ആൾക്കാരെയും കാണിക്കുന്നത്. അവിടുത്തെ പ്രൊഫസേഴ്സും, ഇത് നിങ്ങളുടെ ഫ്രീ ടൈം ആണ്, എവിടെ വേണമെങ്കിലും പോകാം, ബാക്കിയുള്ളവരോട് എല്ലാവരോടും സോളൊക്കെ ഒന്ന് ചുറ്റി കാണാനായിട്ട് അവര് പറയുന്നുണ്ട്. പക്ഷെ സോനയോട് അവിടെ നിൽക്കാനായിട്ട് അവർ ആവശ്യപ്പെടുന്നു. എന്നിട്ട് ഒരു സ്മാർട്ട് വാച്ചും അവരുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അതിനകത്തൊരു ട്രാക്കിംഗ് ചിപ്പ് വെച്ചിട്ടുണ്ട്, എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ വിളിക്കാൻ വേണ്ടിയിട്ട്. ഇതെന്തിനാ എനിക്ക് തരുന്നതെന്ന് അവളും ചോദിക്കുമ്പോ, ഡീൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിന്റെ കയ്യിൽ ഇത് തരണമെന്ന്, നിന്നെ ശ്രദ്ധിച്ചു കൊള്ളണമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാത്രല്ല, ഫ്രീ ടൈമിന് നീ പുറത്തു പോകാൻ പാടില്ല, ഹോട്ടലിൽ തന്നെ ഉണ്ടായിരിക്കണം. അത് കേൾക്കുമ്പോ സോനയും അതിശയിക്കുന്നുണ്ട്. ഇവള് ട്രിപ്പിന് വന്നത് തന്നെ അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇവളോട് ഹോട്ടലിൽ മാത്രമാണ് ഇരിക്കാൻ പറയുന്നത്. അവളും അച്ഛനെ വിളിച്ച് പരാതി പറയുന്നുണ്ട്. എന്തുകൊണ്ട് അതിനെ പുറത്തേക്ക് അയക്കാത്തത് എന്ന് ചോദിക്കുമ്പോ അച്ഛനും, നീ ഹോട്ടലിൽ ഇരിക്കുന്നതാണ് നല്ലത്, നിന്റെ സേഫ്റ്റിയാണ് നമുക്ക് പ്രധാനം എന്നൊക്കെ പറഞ്ഞ് ഫോണും കട്ട് ചെയ്യുന്നു. സോനയ്ക്കും വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. അപ്പോഴാണ് അയാളും ഒരു കാര്യം ഓർക്കുന്നത്. 18 വർഷം മുന്നേ ഒരു തീപിടുത്തമുണ്ടായി. ആ തീപിടുത്തത്തില് ഈ കുട്ടിയും ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. പ്രിൻസിപ്പളും അവളെ ചെന്ന് എടുക്കുകയാണ് ചെയ്തത്. അവിടെ മറ്റൊരുപാട് ആൾക്കാരും ഉണ്ടായിരുന്നു ഇവരെ തടയാൻ വേണ്ടിയിട്ട്. അവിടെ നിൽക്കുന്ന ആൾക്കാരും ചിന്താമണിയുടെ താക്കോൽ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അത് ആ കുട്ടിയുടെ കയ്യിലാണുള്ളതെന്ന് അവിടെ നിൽക്കുന്നവരും കാണുന്നുണ്ട്. ശേഷമാണ് നമ്മൾ ഫസ്റ്റ് എപ്പിസോഡില് ഇയാൾ ഒരു കുട്ടിയെ എടുത്തുകൊണ്ട് ഓടുന്നത് നമ്മളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് പറഞ്ഞതുപോലെ കോമയിൽ കിടന്ന ആളിന്റെ സ്വന്തം മകളാണ് സോന എന്ന് പറയുന്നത്. അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് കരുതിയിട്ടാണ് ആളും സോനയ്ക്ക് വേണ്ടി ഇത്രയും പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തിയിട്ടുള്ളത്. സോന പുറത്തേക്ക് പോകാത്തത് കൊണ്ട് തന്നെ ഹീറോയിനും അവളെ വിട്ടിട്ട് പോകാൻ തോന്നിയില്ല. അവളുടെ റൂമിൽ തന്നെ ആ ഹോട്ടലില് അവളുണ്ടായിരുന്നു. സോനയും വിഷമം പറയുന്നുണ്ട്, എനിക്കും ഇവിടെ ഫുൾ ചുറ്റി കാണണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്, എനിക്കും പുറത്തേക്ക് പോകണം. അതിനോളം വാച്ച് ഇവിടെ ഊരി വെച്ചിട്ട് നിനക്ക് പൊക്കൂടെ എന്ന് ചോദിക്കുമ്പോ, അത് അനങ്ങുന്ന പോലും ഇല്ലെങ്കിൽ അച്ഛൻ എന്നെ വീണ്ടും വിളിക്കും. എന്തുകൊണ്ടാ ഞാൻ പുറത്തു പോയാ? അച്ഛൻ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത്? അച്ഛൻ എന്തെങ്കിലും പറഞ്ഞോട്ടെ, നമുക്ക് പുറത്തു പോയാലോ? അതിന് ഹീറോയിന് സമ്മതിക്കുന്നില്ല. അച്ഛൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകുമായിരിക്കും, നീ ഇവിടെ നിൽക്കുന്നതാണ് നല്ലത്. പക്ഷെ ഇവര് മറ്റൊരു പ്ലാൻ ഇടുന്നുണ്ട്. ഹീറോയിന്റെ വേഷത്തിൽ സോന പുറത്തേക്ക് പോകുന്നു. അവിടെ ഇവളുടെ സാറുമാരുണ്ടായിരുന്നെങ്കിലും അവരുടെ കണ്ണു വെട്ടിച്ച് അവള് നിൽക്കുന്നുണ്ട്. സോനയാണെന്ന് കരുതിയിട്ട് ബാങ്ക് ചെയ്യാനും അവൾ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോകുന്നു. അവള് സോനയാണെന്ന് പറയുന്നുണ്ടെങ്കിലും അവനത് കേൾക്കാതെ അവളെയും കൊണ്ടുപോകുന്നു. അവൻ കരുതിയത് അത് ഹീറോയിൻ ആണെന്നാണ്. ഹീറോയിൻ ആ സമയത്ത് ഹോട്ടലില് സോനയുടെ റൂമിലുണ്ടായിരുന്നു. ശിവുവും ഹീറോയിന് ഒരു മെസ്സേജ് അയക്കുന്നുണ്ട്, നീ എന്താ ചെയ്യുന്നത്? അതിനവളും, ഞാനിപ്പോ എന്റെ റൂമിലാണുള്ളത് എന്ന് മെസ്സേജ് അയക്കാൻ പോകുമ്പോ അവളും ചിന്തിക്കുന്നുണ്ട്, ഇവനെങ്ങാനും ഇനി റൂമിലേക്ക് വന്നാലോ, സോനയുടെ കാര്യം ഞാൻ പറയേണ്ടി വരില്ലേ എന്ന് പറഞ്ഞ് അവൻ അത് ഡിലീറ്റ് ചെയ്യുന്നു. അവനും, നിനക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു മ്യൂസിക് അയച്ചു തരാമെന്ന് പറഞ്ഞു അവൾക്കും ഒരു മ്യൂസിക് അയച്ചു കൊടുക്കുന്നുണ്ട്. അവളും അത് കേൾക്കുമ്പോ അന്ന് അവൻ പിയാനോ വായിക്കുന്നുണ്ടായിരുന്നു. അതേ മ്യൂസിക് ആണ് അവൾക്ക് കിട്ടിയിരിക്കുന്നത്. അവൾക്കും ആ മ്യൂസിക് വല്ലാതെ ഇഷ്ടപ്പെടുന്നു. ഇവിടെ ബാങ്ക് ചെയ്യാനും സോനയും കൂടി ബൈക്കിൽ പോവുകയാണ്. അവനും ഒരു സ്ഥലത്ത് ബൈക്ക് നിർത്തുന്നു. അവനും ഹീറോയിൻ ആണെന്ന് കരുതി അവളോട് സംസാരിക്കുന്നുണ്ട്. നിന്നെ ചൈനയിലോട്ട് കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയാലോന്ന് ഞാനും വിചാരിക്കുകയാണ്, അങ്ങനെയെങ്കിലും നീ എപ്പോഴും എന്റെ കൂടെ കാണുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവനും സംസാരിക്കുന്നു. അവളൊന്നും മിണ്ടാതിരിക്കുന്നത് കണ്ടിട്ട് അവനും ഹെൽമെറ്റ് ഊരി നോക്കുമ്പോഴാണ് അത് ഹീറോയിൻ അല്ല സോനയാണെന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലാകുന്നത്. നീ എന്താ അവളുടെ വേഷത്തിലെന്ന് ചോദിക്കുമ്പോ അവളും, അത് ഒരു കാര്യമുണ്ട് എന്ന് മാത്രമാണ് അവളും പറയുന്നത്. ബാങ്ക് ചെയ്യാനും അതൊരുപാട് ഷോക്കായിട്ടുണ്ടായിരുന്നു. ഇവിടെ ഹോട്ടലിലെ ശിവുവും പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോ ഹീറോയിനെ അവനും കാണുന്നുണ്ട്. അവളും വെറുതെ നടക്കാനായിട്ട് ഇറങ്ങിയതാണ്. അവനും അവളെ ചെന്ന് വിളിക്കുന്നുണ്ട്, നീ എന്താ ഈ വേഷത്തില്? ഇത് സോനയുടെ ഡ്രസ് അല്ലേ? അവളും അവനോട് മിണ്ടാതിരിക്കാനായി പറയുന്നു, ഞാനാണ് ഇപ്പൊ സോന. അതെന്താ നിന്റെ കയ്യിൽ കെട്ടിയിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോ, ഇത് പ്രൊഫസർ തന്നതാണ്, ഇതിനകത്ത് GPS ഉണ്ട്, ഞാൻ എവിടെയാണെന്ന് അവർക്ക് അറിയാനായിട്ട് സാധിക്കും. അവരെന്തിനാ നിന്നെ നോക്കുന്നതെന്ന് ചോദിക്കുമ്പോ, എന്നെയല്ല സോനയാണ് അവര് നോക്കുന്നത്. അവളുടെ അച്ഛൻ അവളോട് മറ്റെവിടേക്കും പോകരുതെന്ന് പറഞ്ഞു. പക്ഷെ അവൾക്ക് പുറത്തു പോകാനാണ് താല്പര്യം. അതുകൊണ്ട് അവളുടെ വാച്ച് ഞാൻ കെട്ടിയിട്ട് അവൾക്ക് പകരം ഞാൻ ഇവിടെ ഇരിക്കുന്നതേ ഉള്ളൂ. അവളും, നീ എന്താ ഹോട്ടലിൽ തന്നെ പുറത്തേക്ക് ഫ്രണ്ട്സിന്റെ കൂടെ പോകാത്തെന്താന്ന് ചോദിക്കുമ്പോ, ഞാനൊരു പെൺകുട്ടിയായിട്ട് ഒരിക്കലും കണ്ടുമുട്ടരുതേ എന്നാണ് വിചാരിച്ചത്. പക്ഷെ ദാ ഇപ്പൊ എന്റെ മുന്നിൽ അവള് നിൽക്കുന്നുണ്ട്. ശേഷം അവിടെയുള്ള പ്രൊഫസേഴ്സും പ്രശ്നമൊന്നുമില്ലെന്ന് മനസ്സിലാക്കി അവര് പുറത്തേക്ക് സിനിമ കാണാനും മറ്റുമായിട്ട് പോകാനായിട്ട് ഒരുങ്ങുകയാണ്. ഇവരും ലിഫ്റ്റിൽ കയറുന്ന സമയം ആ ലിഫ്റ്റ് സ്റ്റക്കായി നിന്ന് പോവുകയാണ്. അത്
ചക്കായി നിന്നതല്ല, ചക്കാക്കിയതാണ് ബാങ്ക് ചെയ്യാന്റെ ബോഡി ഗാർഡ്. അയാളും മറ്റേ ബോഡി ഗാർഡിനെ വിളിച്ച് തുടങ്ങാനായി ആവശ്യപ്പെടുന്നു. ഇവിടെ ഹീറോയിനും ശിവുവും കഴിഞ്ഞ ദിവസം സംഭവിച്ച കാര്യം അവളോട് ചോദിക്കുന്നുണ്ട്. ആ സംഭവം ഞാൻ അപ്പോഴേ മറന്നതാണ്, നീ എന്നോട് സോറി പറയേണ്ട ആവശ്യമില്ല. ഞാൻ നിന്നോട് സോറി പറഞ്ഞത് അതിനല്ല, ഞാൻ വെറുതെ തമാശക്ക് വേണ്ടിയിട്ടല്ല ഇതൊക്കെ ചെയ്യുന്നത്, ഞാൻ സീരിയസ് ആണെന്ന് അവളോട് പറയുന്നു. അത് കേട്ടിട്ട് അവളുടെ കയ്യിലിരിക്കുന്ന വെള്ളവും ഡ്രസ്സിലേക്ക് വീഴുന്നുണ്ട്. അങ്ങനെ അവള് വാഷ്റൂമിലേക്ക് പോകുന്നു. അവിടെ ആ ചൈനക്കാരന്റെ ബോഡി ഗാർഡ് നിൽക്കുന്നുണ്ട്. അവള് സോനയാണെന്ന് കരുതി ഹീറോയിനെ ബോധം കെടുത്തുന്നുണ്ട്. ഇവിടെ ശിവുവും അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. പക്ഷെ ബോഡി ഗാർഡ് അവളെയും കൊണ്ട് മറ്റെവിടേക്കോ പോകുന്നു. അവളുടെ കയ്യില് ആ ഒരു സ്മാർട്ട് വാച്ച് ഉണ്ട്. ശിവുവും അവളെ വിളിച്ചു നോക്കുമ്പോ മറ്റെവിടെ നിന്നിട്ടോ വാഷ്റൂമിന്റെ അകത്ത് നിന്ന് സൗണ്ട് കേൾക്കുന്നത് അവന് ശ്രദ്ധിച്ച് അവിടേക്ക് പോയി നോക്കുമ്പോ അവളുടെ ഫോണും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു സംശയം തോന്നി ഇവനും റൂമിലേക്ക് പോയി നോക്കുന്നു. അവിടെയും അവൾ ഉണ്ടായിരുന്നില്ല. ഉടനെ തന്നെ അവൻ സോനയെ വിളിക്കുന്നുണ്ട്. അവളെ നീ എവിടെയെങ്കിലും കണ്ടോ, നിന്റെ അടുത്തേക്ക് വിളിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ചോദിക്കുന്നു. അവളെ പെട്ടെന്ന് ഇവിടെ നിന്ന് കാണാതായി. അതിന് സോനയും അവള് ഹോട്ടലിൽ തന്നെ നിൽക്കാമെന്നാണ് എന്നോട് പറഞ്ഞത്. ബാങ്ക് ചെയ്യാനും അവൾക്ക് എന്ത് പറ്റിയെന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. ശിവും എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല, ഞാനത് നോക്കിയിട്ട് നിന്നെ വിളിക്കാം. ടീച്ചേഴ്സ് ആണെങ്കിൽ ലിഫ്റ്റിൽ കുടുങ്ങിയിരിക്കുകയാണ്. ഇവളും ഫ്രണ്ടിനെ വിളിച്ചിട്ട് നിന്റെ കയ്യില് ആ GPS ലൊക്കേഷൻ ഇല്ലേ, അത് വെച്ചിട്ട് ഹീറോയിൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ ഫ്രണ്ടിനോട് ആവശ്യപ്പെടുന്നു. ഹീറോയിനെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് കെട്ടിവെച്ചിരിക്കുകയാണ്. ഇവർക്ക് ഇപ്പോഴും അറിയില്ല ഇത് സോന അല്ല എന്നുള്ള കാര്യം. ഇവിടെ അവരുടെ ഫ്രണ്ടും ഹീറോയിൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. ബോഡിഗാർഡും ചൈനക്കാരനെ വിളിച്ചിട്ട് അവളെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയുമ്പോ അയാളും അവളെ കൊന്നു കളയാനായിട്ട് അവരോട് പറയും. ശിവുവും ഫ്രണ്ട് അയച്ചു തന്ന ആ ഒരു ലൊക്കേഷനിലേക്ക് പോവുകയാണ്. ആ സമയം ഇവനൊരു സെലിബ്രിറ്റി ആണല്ലോ, ഇവനെ കണ്ടിട്ട് എല്ലാവരും സെൽഫി എടുക്കാനും മറ്റുമായിട്ട് മുഴുവൻ കൂടുകയാണ്. ആ സമയം ഇവനും നേരത്തെ ഉണ്ടായിരുന്ന കണ്ടീഷൻ വരികയാണ്. ഇവന് വല്ലാതെ തലവേദന എടുക്കുന്നു. അവനും അവിടെ വീണ് പോവുകയാണ്. ഹീറോയിനും ബോധം വന്നിട്ടുണ്ടായിരുന്നു. ബോഡിഗാർഡ്സിൽ നിന്ന് സംസാരിക്കുന്നത് അവളും കേൾക്കുന്നു. ചെയർമാൻ പറഞ്ഞത് ഇവളെ കൊന്നു കളഞ്ഞേക്കാനാണ്. അത് അവളും കേൾക്കുന്നുണ്ട്. ഞാനിത് എവിടെയാണെന്ന് അവളും ആലോചിക്കുന്നുണ്ട്. ശിവുവും അങ്ങനെ ആ ഒരു കണ്ടീഷനിൽ നിൽക്കുമ്പോഴാണ് അവിടേക്ക് ആ കോമയിൽ കിടന്ന ആളും വരുന്നത്. അയാളും അവന്റെ കണ്ടീഷൻ നോക്കുന്നുണ്ട്. അവൻ എന്തോ പറ്റിയിട്ടുണ്ടെന്ന് അയാളും മനസ്സിലാക്കുന്നു. അയാളും വന്നിട്ട് അവന്റെ തലയിൽ കൈവച്ചിട്ട് ഇതിനു മുന്നേ പ്രിൻസിപ്പൾ ഇവനോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതേപോലെ അയാളും ചെയ്യുന്നു. അപ്പോഴവനത് മാറുന്നുണ്ട്. അയാളും ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. നിനക്ക് പുറമേയല്ല ഈ പ്രശ്നമുള്ളത്, നിന്റെ ശരീരത്തിനുള്ളിലാണ്. നീ തന്നെ ആ ഒരു എനർജി കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ആ ഒരു വേദന ഒരിക്കലും പോവുകയില്ല. അത് കേട്ടിട്ട് ഇതിനു മുന്നേ പ്രിൻസിപ്പളും ഇവനോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളും മുരിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മെമ്പർ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ വാങ്ഷിയാനും ഫ്രണ്ട് അയച്ചു തന്ന ലൊക്കേഷനിലേക്ക് പോകുന്നുണ്ട്. അവനും ആ ഒരു കമ്പനിയുടെ പേര് നോക്കുമ്പോ ഇതെവിടെയോ കണ്ടിട്ടുള്ളത് പോലെ അവന് തോന്നുന്നുണ്ട്. അയാളും നിനക്ക് മുരിം അസോസിയേഷനെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിക്കുമ്പോ ശിവുവും എന്തോ പറയാൻ വരുന്നുണ്ടെങ്കിൽ അപ്പോഴേക്കും സോന വിളിച്ചിട്ട് നീ എവിടെയാണ്, ഞങ്ങൾ ഇവിടെ എത്തി, പെട്ടെന്ന് ഇവിടേക്ക് വരാനായി അവനോട് ആവശ്യപ്പെടുന്നു. അവനും തിരിഞ്ഞു നോക്കുമ്പോ ആ മനുഷ്യനെ അവിടെ കാണുന്നുണ്ടായിരുന്നില്ല. ഇവിടെ വാങ്ഷിയാനും ഹീറോയിനെ അന്വേഷിച്ച് അവിടേക്ക് പോകുന്നുണ്ട്. ചൈനക്കാരന്റെ മെയിൻ ബോഡി ഗാർഡ്സും അവിടെ നിന്ന് പോകുന്നു. മറ്റ് ബോഡി ഗാർഡ്സ് ഇവളെ കൊണ്ടുപോകാനായി നോക്കുന്നുണ്ട്. ഇവളും ഇവൾക്ക് പറ്റുന്നത് പോലെ അവരേക്ക് അടിച്ചിടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇവളെ കൊണ്ട് സാധിക്കുന്നില്ല. ആ ബോഡി ഗാർഡ്സും അവളെ കൊണ്ട് പോകുന്നുണ്ട്. ആ സമയം ശിവവും അവിടേക്ക് എത്തുന്നു. ഇപ്പോഴാണ് മെയിൻ ബോഡി ഗാർഡ്സും അവിടെ നിന്ന് പോകുന്നത്. ബാങ്ക് ചെയ്യാൻ വന്ന് നോക്കുമ്പോ അവിടെ ഹീറോയിൻ ഉണ്ടായിരുന്നില്ല. അവിടേക്ക് മറ്റു ബോഡി ഗാർഡ്സ് ഒളിച്ചു നിൽക്കുന്നതായി സോന കാണുന്നു. അവളും ബാങ്ക് ചെയ്യാനോട് അക്കാര്യം പറയുന്നുണ്ട്. ആ ബോഡി ഗാർഡ്സ് ബാങ്ക് ചെയ്യാൻ അടിക്കുന്നു. സോനയും അത് തടയാനായിട്ട് വരുമ്പോ ഹീറോയിനെ നോക്കാനായി അവളോട് അവനും ആവശ്യപ്പെടുന്നു. എന്നിട്ട് അവനും അവരോട് ഫൈറ്റ് ചെയ്യുന്നു. ശിവവും മുകളിലേക്ക് വരുമ്പോ അവൻ സോനയെ കാണുന്നുണ്ട്. സോനയും അവള് മുകളിലില്ല, അവരവളെ എവിടേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ബാങ്ക് ചെയ്യാന്റെ ബൈക്ക് താഴെ ഇരിക്കുന്നുണ്ട്, നീ അവളെ പോയി രക്ഷിക്കാനായി അവനോട് പറയുന്നു. അങ്ങനെ അവനും താഴേക്ക് വന്ന് നോക്കുമ്പോ ആ ബോഡി ഗാർഡ്സും അവളെ കാറിൽ കടത്തിക്കൊണ്ടു പോകുന്നത് അവൻ കാണുന്നുണ്ട്. അങ്ങനെ അവനും ആ ഒരു ബൈക്കും എടുത്ത് അവരെ ഫോളോ ചെയ്യുന്നു. എന്നിട്ട് അവനും മറ്റൊരു റോഡിൽ കൂടെ കയറി അവരുടെ കാറിന്റെ മുന്നിലേക്ക് വരുന്നുണ്ട്. ഇവിടെ ബാങ്ക് ചെയ്യാനെ ആ ബോഡി ഗാർഡും കുത്തി പരിക്കേൽപ്പിക്കുന്നുണ്ട്. സോനയും ഇത് കാണും. ശിവുവും ബൈക്കും കൊണ്ട് ആ ഒരു കാറിനെ ഇടിക്കുന്നുണ്ട്. അവനും റോഡിൽ തെറിച്ചു വീഴുന്നു. ഹീറോയിനുണ്ടായിരുന്ന ആ ഒരു കാറും ആക്സിഡന്റ് പറ്റുന്നുണ്ട്. അവന് വന്ന് നോക്കുമ്പോ ഹീറോയിൻ ആ കാറിലുണ്ടായിരുന്നു. ഇവിടെ ബാങ്ക് ചെയ്യാനെ കൊണ്ട് സോന ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു. ശിവുവും നിനക്കിപ്പോ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ഹീറോയിനോട് ചോദിക്കുന്നു. എനിക്കിപ്പോഴാണ് ആശ്വാസമായത്. ഇവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.